വിജയകുമാർ, നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ചെയർമാനും ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസിൻ്റെ ചെയർമാനുമായ ഗോകുലം ഗോപാലേട്ടൻ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലെത്തിയതിൻ്റെ ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. അദ്ദേഹം അല്പ നിമിഷങ്ങൾക്കകം വോട്ട് ചെയ്ത് മടങ്ങും. സജോ, താങ്കൾക്ക് തുടരാം. ആലപ്പുഴയിലേക്കൊന്ന് പോയല്ല വിജയകുമാർ? അവിടെ സജോ, ഒരു നിമിഷം. നമ്മുടെ ആലപ്പുഴയിൽ വെള്ളാപ്പള്ളി നടേശനൊപ്പം നമ്മുടെ അനൂജ രാജേഷ് ഉണ്ടെന്ന് തോന്നുന്നു. അനൂജ രാജേഷ്, പറയൂ. ഹയർ സെക്കൻഡറി സ്കൂളിലാണ്, അവിടെ അങ്ങോട്ടാണ് നടേശൻ എത്തിയിട്ടുള്ളത് വോട്ട് ചെയ്യാൻ. അതിനുശേഷം അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കും. ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ഏറ്റവും പുതിയ വിവാദങ്ങൾ പ്രതികരിക്കും എന്ന് കരുതുന്നു. നല്ല പോളിംഗ്. അനുജ, തുടരൂ. അവിടെ എന്തോ റേഞ്ച് ഇഷ്യൂ ഉണ്ടോ എന്ന് എസ്കേന് ഒരു സംശയമുണ്ട്. ആണല്ലേ? റേഞ്ച് ഇഷ്യൂ ആണോ? PCR റേഞ്ച് ഇഷ്യൂ ആണെങ്കിൽ നമുക്ക് ഇതിപ്പോ ഇത് എനിക്കൊന്ന് ഫ്ലവേഴ്സ് ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ വോട്ട് രേഖപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ ഗോകുലം ഗോപാലേട്ടൻ വോട്ട് ചെയ്യുന്ന ദൃശ്യമാണ് കാണുന്നത്. ആലപ്പുഴയിൽ നിന്ന് നമുക്കൊപ്പം അനൂജ രാജേഷ് ചേരുകയായിരുന്നു. അനൂജ റെഡിയാകുമ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാൻ കഴിയും. മറ്റുള്ള പോളിംഗ് ശതമാനം എവിടേക്കായിരുന്നു വിജയകുമാർ? ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 31.06 അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ആറ്റിങ്ങൽ തന്നെയാണ്. 33.18 ഏറ്റവും കുറവ്. ഇപ്പോൾ പൊന്നാനിയിൽ 27.20 ഉള്ളൂ. പൊന്നാനിയിൽ എന്തോ സംഭവിക്കുന്നുണ്ട് എന്ന് നേരത്തെ പറഞ്ഞതുപോലെ പൊന്നാനിയിൽ എനിക്ക് തോന്നുന്നു വോട്ടിംഗ് വളരെ താമസിക്കുന്നതാണോ ആളുകൾ എത്താത്തതാണോ, എന്തായാലും അവിടെ പ്രശ്നമുണ്ട്. തിരുവനന്തപുരത്ത് 31 എത്തിയിട്ടുണ്ട്. കണ്ണൂർ 31.82, കാസർഗോഡ് 31.14, വയനാടിൽ 31.74, കോഴിക്കോട് 30.16, മലപ്പുറം 29.11, ആലത്തൂർ 30.92, പാലക്കാട് 32.58, തൃശ്ശൂർ 31.35, ചാലക്കുടി 32.57, എറണാകുളം 30.86, ഇടുക്കി 31.16, കോട്ടയം 31.39, ആലപ്പുഴ 32.58, മാവേലിക്കര 31.46, പത്തനംതിട്ട 31.39, കൊല്ലം 30.86, ആറ്റിങ്ങൽ 33.18, തിരുവനന്തപുരം 30.59. ഇതാണ് മണ്ഡലം തിരിച്ചുള്ള കണക്ക്. ഏറ്റവും ഒടുവിൽ 12:05 വന്ന കണക്കനുസരിച്ച് 31.06 സംസ്ഥാനത്ത് മികച്ച പോളിംഗ് ആണ്. നല്ല തിരക്കുണ്ട് ബൂത്തുകളിൽ. സാധാരണ ഒരു 11 മണിക്ക് ശേഷം ബൂത്തുകളിൽ തിരക്ക് കുറയുന്നതാണ്. ഇത്തവണ പക്ഷേ പതിവിന് വിപരീതമായി നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ബൂത്തുകളിൽ ഇപ്പോഴും ഈ കടുത്ത ചൂടിനെയൊക്കെ അവഗണിച്ച ആളുകൾ കൂട്ടമായി എത്തി വോട്ട് ചെയ്ത് മടങ്ങുന്നു എന്ന ജനാധിപത്യത്തിൽ ഏറ്റവും സന്തോഷം. വിജയകുമാർ, നമുക്ക് ഗോകുലം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനും നമ്മുടെ ഫ്ലവേഴ്സിന്റെ ചെയർമാനുമായ ഗോകുലം ഗോപാലേട്ടൻ വോട്ട് ചെയ്ത് പുറത്തേക്ക് വന്നു കഴിഞ്ഞു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയാണ്. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞു ചെന്നൈയിൽ നിന്ന് വന്ന്. അതെ, വോട്ട് രേഖപ്പെടുത്തി. കാരണം ഡെമോക്രാറ്റിക് കൺട്രിയിൽ നമ്മൾ എത്ര ദൂരെ ആയാലും നമ്മൾ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്നത് നമ്മുടെ ധാർമ്മികമായ ഉത്തരവാദിത്തമാണ്. അതിൻ്റെ പേരിൽ രേഖപ്പെടുത്തി. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ശോഭാ സുരേന്ദ്രൻ അങ്ങേക്കെതിരെ വളരെ മോശമായ രീതിയിൽ ഇന്നലെയും വാർത്താ സമ്മേളനത്തിൽ പ്രതികരിക്കേണ്ടായി. എന്താണ് ഇതിൻ്റെ ഒരു വസ്തുത? ശോഭാ സുരേന്ദ്രനോട് പ്രതികരിക്കേണ്ട സംസ്കാരം അല്ല എൻ്റെത്. കാരണം BJPയിലുള്ള എത്രയോ നല്ല ആളുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, അവരുടെ സംസാരിച്ചിട്ടുണ്ട്. നല്ല ധാർമ്മിക ഉത്തരവാദിത്തമുള്ളവരെല്ലാവരും തന്നെ. ഇവർക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. കാരണം അതിന് പ്രതികരിക്കുക എന്നത് എനിക്കറിയാത്ത ഒരാൾ, അതായത് കരിമണൽ കർത്ത എന്ന ആളെ എനിക്ക് അറിയില്ല, പേരെ അറിയില്ല. അത് എന്താണ് ആൾ ദൂരത്ത് ഞാൻ കണ്ടിട്ട് കൂടിയില്ല. അങ്ങനെ ഒരാൾ, അദ്ദേഹത്തിൻ്റെ കല്യാണത്തിന് ലോകത്തിലെ മുഴുവൻ ആൾക്കാർ പോയി, ഞാൻ വിളിച്ചിട്ട് ഞാൻ പോയിട്ടുമില്ല. അപ്പം അങ്ങനെ ഒരാളായിട്ട് ഞാൻ ബന്ധപ്പെടുത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എനിക്കൊന്നും പറയാൻ പറ്റില്ല. മനസ്സിലായി? അത് ഒരുപക്ഷെ അവർ സംസാരിക്കുന്ന ആരെങ്കിലും സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ആ സന്തോഷിപ്പിക്കാനാണെങ്കിൽ അത് അവർക്കെന്ത് കിട്ടുന്നത് അത് കിട്ടിക്കോട്ടെ, എനിക്ക് അത്രയേ ഉള്ളൂ. പക്ഷേ എന്നെ പറ്റി പറഞ്ഞ പച്ച നുണയാണ്. അത് നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം അത് രാഷ്ട്രീയത്തിൽ നിന്ന് നേടാൻ അത് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്യട്ടെ, അത്രമാത്രമേ ഉള്ളൂ. അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുന്നത് തീർച്ചയായിട്ടും ആദ്യത്തെ പ്രാവശ്യം പറഞ്ഞപ്പോൾ ഞാനത് വേണ്ട, അതെന്തെങ്കിലും പേര് മെൻഷൻ ചെയ്തു. ഇപ്പം ഇന്നലത്തെ കാര്യത്തിൽ പേര് മെൻഷൻ ചെയ്തു. അത് ഏറ്റവും നമുക്ക് ഹാനികരമായ, പ്രത്യേകിച്ചും ലക്ഷക്കണക്കിന് ആളുകൾ എൻ്റെ കസ്റ്റമർ, എൻ്റെ ബഹുമാനം എന്നെയായിട്ട് ബന്ധപ്പെടുന്ന ആൾക്കാരാണ്. അത്
ഒരു കോൺഫിഡൻസിൻ്റെ പേരിൽ നടന്നൊരു ബിസിനസ് അതിനെ ബാധിക്കുന്ന രീതിയിൽ അവൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിയമ നടപടികൾ തന്നെ ഞാൻ പോകും. SKN വളരെ കൃത്യമായി തന്നെ ശോഭാ സുരേന്ദ്രനുള്ള മറുപടി അറിയിക്കുന്നില്ല. കാരണം ധാർമ്മികതയ്ക്ക് നിലക്കാത്തതിന് മറുപടി അറിയിക്കുന്നില്ല എന്നുള്ളതാണ് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കുന്നത്. പക്ഷേ എന്നാൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകും. കാരണം വിശ്വാസ്യത കൊണ്ട് ഉള്ള ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തെ തകർക്കാനുള്ള ഒരു ഗൂഢാലോചന പരാമർശത്തിലുണ്ട്. അതുകൊണ്ട് തന്നെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്നാണ് ഗോകുലം ഗോപാലൻ വ്യക്തമാക്കുന്നത്. ഓക്കെ, താങ്ക് യു ദീപക് തരമൺ.